നമ്മൾ കൊച്ചു കാലം മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു. ചൈന ഇന്ത്യയെ നശിപ്പിക്കും. ചൈനയോട് നമ്മളെപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. ചൈന അവിടെ കടന്നു കയറി, ചൈന ഇവിടെ കടന്നു കയറി. ദിസ് ഈസ് എ അട്ടർ നുണകളാണ്. അതായത് ചൈന ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെയും പോയിട്ട് ആക്രമിച്ചിട്ടില്ല. ആക്രമിച്ചിട്ടുള്ളത് അമേരിക്കയും ഇസ്രയേലും പോലുള്ള രാജ്യങ്ങൾ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ. BJP മെയിൻലി ബാക്ക്ഡ് ബൈ ഇസ്രായേലിൻ്റെ ടെക്നോളജി ആൻഡ് അമേരിക്കയുടെ പവർ. ഇതുകൊണ്ടാണ് BJP ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത്. ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾക്ക് പിന്നിൽ BJPയും അമേരിക്കയുടെയും ടൈപ്പ് തന്നെയാണ്. അതിന് ഇസ്രായേലിൻ്റെ ടെക്നോളജി ബാക്ക് ചെയ്യുന്നു. ഇന്ത്യ തുടങ്ങിയ കാലം മുതലേ ഈ ശക്തി BJP ഇവിടെ നിലവിലുണ്ട്. പക്ഷേ അവർ ഇങ്ങനെ വളർന്ന് ഇത്രയും ഭീകരരൂപം ആവാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് 100% ഇസ്രയേലും അമേരിക്കയും ഒക്കെ തന്നെയാണ്. കോൺഗ്രസിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടും അവർ നല്ല കളി തന്നെ കളിച്ചു. ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തു. വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങളെ അറഞ്ചം പുറഞ്ചം പറ്റിച്ചു. കുറേ കഴുത മനസ്സുകളിൽ അവരുടെ ആശയങ്ങൾ കുത്തി നിറച്ചു. ഇന്ത്യക്ക് ഒരിക്കലും സ്വതന്ത്രമായിട്ട് വേൾഡിൻ്റെ അഭിപ്രായം പറയാനുള്ള കഴിവില്ല. ഇപ്പം ചൈന സംസാരിക്കുന്നത് പോലെ ഒരു വേൾഡ് പവർ ആയതുപോലെ ഇന്ത്യക്കൊരു വേൾഡ് പവർ ആകാൻ പറ്റുമോ എന്നത് വളരെ സംശയമാണ്. കാരണം ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാർ ഷൂനക്കികളെന്ന് പറഞ്ഞാൽ പോരാ, അതിലും വലിയ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അതായത് ഇസ്രയേലിനും അമേരിക്കയും കിടന്നു കൊടുക്കുന്ന ടീമുകളാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ഗാന്ധിജിയും സ്വാതന്ത്ര്യസമര സേനാനികളും ഒക്കെ നമുക്ക് പിടിച്ചു വാങ്ങിത്തന്ന ഇന്ത്യയെ തിരിച്ച് അവരുടെ കൈകളിലേക്ക് തന്നെ തിരിച്ച് ഏൽപ്പിച്ചു നമ്മുടെ BJPക്കാർ. അത് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ചില ആൾക്കാർ, അതായത് മാനസികമായി രോഗം ബാധിച്ചവർ എന്ന് തന്നെ പറയേണ്ടി വരും. മാനസിക വിഭ്രാന്തി പിടിച്ച കുറേ ആളുകളാണ് ഇവരെയും പൊക്കി താങ്ങിക്കൊണ്ട് നടക്കുന്നത്.